ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷയ് രമേഷ്. അപ്പോൾ നമുക്ക് ഇന്ന് അവക്കാഡോ ജ്യൂസാണ് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഇതിന് ബനാന ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ആകെ അവക്കാഡോയും മിൽക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റൈപ്പാണെങ്കിൽ ഇങ്ങനെ തോലിങ്ങനെ ആദ്യത്തെ സെക്ഷൻ പോലെ നമുക്ക് വേഗം കയറിയെടുക്കാനാണ്. അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്, പീലറും കൊണ്ട് നമുക്ക് ഇങ്ങനെ വടിച്ചെടുക്കാനും പറ്റും. പീലറാണെങ്കിൽ വേഗം സ്റ്റാർട്ട് ചെയ്യാനും പറ്റും, നമുക്ക് ഇതാണെങ്കിൽ വേഗം ഫിനിഷ് ചെയ്യാനും പറ്റും. ലൈക്ക് റൈപ്പാണെങ്കിൽ പിന്നെ സിമ്പിളായിരിക്കും, പക്ഷെ കുറച്ച് വൃത്തികേടാവും എന്നുള്ളൂ. ലൈക്ക് ഇങ്ങനെ പൊന്തി അവിടേക്ക് നമ്മളെ കൈ ഉള്ളിൽ കയറും, അതാണ്. അപ്പോൾ നമുക്ക് പീലർ യൂസ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മളെ പീലറിൻ്റെ യൂസ് കഴിഞ്ഞു. നമ്മൾ ഫുള്ളും ഇതിൻ്റെ തോലെടുത്തു. ആദ്യമായിട്ട് ഉണ്ടാക്കുമായിരിക്കും. ഒരു കാര്യം പറയാം, ഇതിൻ്റെ ഉള്ളിൽ ഒരു തിക്ക് വലിയ കുരു ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കാം, ഫുള്ളായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. അതിന് പകരം ചെറുതായി നമ്മൾ സൂക്ഷിച്ചുള്ള വേണം. അത് നല്ല കട്ടിയായിരിക്കും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. ആദ്യത്തെ പാട്ടിനെ അവിടെ കുടുങ്ങി അപ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ കുടുങ്ങിയിട്ടാണ്. അപ്പോൾ ഗൈസ് ഇത് വെറുതെ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി, ഒന്നും പാടെടുക്കണ്ട. ജസ്റ്റ് ഇങ്ങനെ ഒരു ഹാഫിലും കൂടെ കട്ട് ചെയ്തെടുത്താൽ മതി. കൂടെ ഇങ്ങനെ നമ്മൾ ഒരു സാധനത്തിനെ ഫുള്ള് ഹാഫാക്കിയിട്ട് കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. ഇതാ അവക്കാഡോ കട്ടി. ഇതാണ് നമ്മളെ കുരു. ഈ കുരു നമ്മൾക്ക് നല്ല എന്ത് വേണമെങ്കിലും സ്കിൻ കെയറോ അങ്ങനെ കുറേ സാധനങ്ങളുടെ ഹെൽപ്പ് ഉണ്ടാകും. ഇപ്പോൾ നമ്മൾക്ക് ഈ കുരു വേണ്ട, അതുകൊണ്ട് നമ്മൾക്ക് ഇത് വലിച്ചറിയാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്, ഒന്ന് വേഗമാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഒന്ന് കട്ട് ചെയ്താൽ മതി. ആദ്യമായിട്ടുള്ളവർക്കാണ് ഞാൻ ഈ വീഡിയോ നയിക്കുന്നത്. അല്ലാത്തവർക്ക് അവരുടെ ഇഷ്ടം ചെയ്യാം, പക്ഷെ ആപ്പിൾ വേണം. അപ്പോൾ ഗൈസ് നമ്മൾ ബ്ലൈൻഡർക്ക് ഇട്ടുന്നു. ഞാൻ ഈ നാടക്കിൻ്റെ മിൽക്കാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇതാണ് നാടക്കിൻ്റെ മറ്റേ ജ്യൂസ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പോർ ചെയ്യണം. ഞാൻ അപ്പോൾ കാട്ടിത്തരാം. അപ്പോൾ ഗൈസ് നമ്മൾ നാദിക്കിൻ്റെ പാലാണ് കേട്ടോ ഒഴിക്കണത്. അപ്പോൾ ഇങ്ങനെ ഒഴിക്കുക. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ പാൽ ഒഴിച്ചിരുന്നു. നമുക്ക് ഷുഗറാണ് ഇടേണ്ടത് ഗൈസ്. അപ്പോൾ ഞാൻ ബ്രൗൺ ഷുഗർ ആണ് ഇടണത്. നിങ്ങൾ വൈറ്റ് ഷുഗറോ ബ്രൗൺ ഷുഗറോ ആയാലും കുഴപ്പമൊന്നുമില്ല. ഷുഗർ തന്നെ. തേനിടാം. ഹണി ഉള്ളവർക്ക് നമ്മൾക്ക് തേൻ ഇട്ട് കൊടുക്കാനും പറ്റും. പക്ഷെ ഞങ്ങൾ ഹണി യൂസ് ചെയ്യുന്നവർക്ക് ഹണി യൂസ് ചെയ്യാം. ഞങ്ങളെ അതിൽ ഹണി ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിൾ വഴിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ഷുഗർ ഇട്ടാൽ മതി. അപ്പോൾ ഗൈസ് നമ്മൾ ബ്ലെൻഡർ ആക്കിയിട്ട് ഫുള്ളും ബ്ലെൻഡ് ചെയ്തിട്ടില്ല, എന്നാലും ഇങ്ങനെ ആക്കിയത് നമ്മൾ അടയ്ക്കാണ്. അപ്പോൾ നമ്മൾ 2 പേർക്കുള്ള ഉണ്ടാക്കണത്. ഓക്കെ, അതിനാണ് ഒന്ന് യൂസ് ചെയ്തത്. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു 30 പ്രാവശ്യം നമ്മൾ ഒറ്റൊരു വട്ടം അടിക്കുക. പിന്നെ വീണ്ടും നമ്മൾ ഗൈസ് 30 സെക്കൻഡ്സ് ആണ്. 30 സെക്കൻഡ്സ് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും പാൽ ഒഴിക്കേണ്ടത്. നമ്മൾ പാൽ ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ അരയ്ക്കാൻ പോവുകയാണ് വീണ്ടും. 2 പേർക്കുള്ളതാണ്. അപ്പോൾ തിക്നെസ് അനുസരിച്ചിട്ട് നമുക്ക് പാലും വെള്ളവും ഒഴിക്കാൻ പറ്റും. ഇത് വെള്ളമാണ് ഗൈസ്, കുറച്ച് ഒഴിച്ചാൽ മതി. ഞങ്ങൾക്ക് 2 പേരേ ഉള്ളൂ, അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ അവക്കാഡോ ജ്യൂസ് അല്ലെ അവക്കാഡോ സ്മൂത്തി ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് ഹണിയൊക്കെ ഇടുന്നുണ്ട്. ഒരു ടേസ്റ്റ്നെസ് നമുക്ക് ഹണി ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഗൈസ് നമ്മളിത് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ ഹണി ഇട്ടിട്ട് ഒന്ന് കുറച്ച് മിക്സ് ആക്കണം. ബ്ലെൻഡ് ചെയ്താലും മതി, അല്ലെങ്കിൽ സ്പൂണും കൊണ്ട് മിക്സ് ആക്കിയാലും മതി. ഇതല്ല ഒരു ടേസ്റ്റായ സാധനമാണ്. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പേര് വിളിക്കുക 2 പേരും ഉണ്ട്. ഒന്ന് നമ്മളെ അവക്കാഡോ ജ്യൂസ് അല്ലെങ്കിൽ അവക്കാഡോ സ്മൂത്തി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.